Dear students, fourth semester BComന്റെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് എന്ന പേപ്പറിൻ്റെ റിഗ്രഷൻ അനാലിസിസ് എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗം. For 17 observations on price X and supply Y, the following data were obtained in appropriate units. Sigma X equal to 544, sigma X square equal to 19040, sigma Y equal to 244, sigma Y square equal to 3773, sigma XY equal to 8413. Obtain the equations of the two regression lines. What is the supply when price is rupees 35? നമുക്ക് രണ്ട് റിഗ്രഷൻ ഇക്വേഷൻസ് എഴുതണം. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ, എക്സ് മൈനസ് എക്സ് ബാർ ഈക്വൾ ടു വി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ്, വൈ മൈനസ് വൈ ബാർ ഈക്വൾ ടു വി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. അത് വി എക്സ് വൈയും വി വൈ എക്സും കാണാനുള്ളത് തന്നിട്ട് എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ആണ് ബി വൈ എക്സിന്. ബി എക്സ് വൈ ആണ് ഡിനോമിനേറ്ററിൽ എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. അങ്ങനെ രണ്ട് റിഗ്രഷൻ ഇക്വേഷൻസ് കണ്ടുപിടിക്കാം. എക്സ് ബാർ എന്ന് പറയുന്നത് സിഗ്മ എക്സ് ബൈ എൻ, വൈ ബാർ സിഗ്മ വൈ ബൈ എൻ. പിന്നെ നമുക്കൊന്ന് കണ്ടുപിടിക്കേണ്ടതാണ് വാട്ട് ഈസ് ദ സപ്ലൈ വെൻ പ്രൈസ് ഈസ് റുപ്പീസ് 35. പ്രൈസ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. എക്സ് 35 ആണെങ്കിൽ വാട്ട് ഈസ് ദ സപ്ലൈ, വൈ എത്ര? അപ്പോൾ വൈ ഓൺ എക്സിൽ എക്സിന് 35 എന്ന് കൊടുത്താൽ വൈയുടെ വാല്യൂ കിട്ടും. എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ, 544 by 17, 32. Y bar sigma y by n 244 by 17 equal to 14.35. This is bxy. N into sigma xy minus sigma x into sigma y by n into sigma y square minus sigma y whole square. 17 into sigma xy. Sigma xy 8413 minus sigma x into sigma y. 544 into 244 divided by n into sigma y square. 17 into 3773 minus sigma y square, sigma y 244 square ആണ് 244 into 244. അത് സിംപ്ലിഫൈ ചെയ്താൽ 143021 minus 132736 by 64141 minus 59536 equal to 10285 by 4605 equal to 2.23. Byx equal to n into sigma xy minus sigma x into sigma y by n into sigma x square minus sigma x whole square equal to 17 into 8413 minus 544 into 244 by 17 into 19040 minus 544 into 544. Simplify ചെയ്യുമ്പോൾ 10285. Denominator same ആണ്, numerator 27744 equal to 0.37. അടുത്തത് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ്. ദ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് ഈസ് വൈ മൈനസ് വൈ ബാർ ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. വൈ മൈനസ് 14.35 ഈക്വൽ ടു 0.37 ഇൻറ്റു എക്സ് മൈനസ് 32. വൈ മൈനസ് 14.35 ഈക്വൽ ടു 0.37 ഇൻറ്റു എക്സ് മൈനസ് 0.37 ഇൻറ്റു 32 11.84. അടുത്ത് ഈ മൈനസ് 14.35 ഇങ്ങോട്ട് കൊണ്ടുവരാണ്. y equal to 0.37x minus 11.84 plus 14.35. That is y equal to 0.37x plus 2.51. Regression equation of y on x. Regression equation of x on y is x minus x bar equal to bxy into y minus y bar equal to, that is x minus 32 equal to 2.23 into y minus 14.35. X minus 32 equal to 2.23 into y minus 2.23 into 14.35, 32.0005. X equal to 2.23y minus 32.0005 plus 32. That is x equal to 2.23y minus 0.0005. ഇനി x 35 ആയാൽ വൈയുടെ വാല്യൂ എന്താണ്? അപ്പോൾ y on x എഴുതാം. y on x ന് 35 കൊടുക്കണം. When price x is rupees 35, supply y is y equal to 0.37x plus 2.51. x ന് പകരം 35 കൊടുക്കും. y equal to 0.37 into 35 plus 2.51 equal to 12.95 plus 2.51, 15.46. Therefore, when price x is rupees 35, supply y is
15.46. A panel of two judges, P and Q, graded 7 dramatic performances by independently awarding marks as follows. Performance 1, 2, 3, 4, 5, 6, 7, marks by P, marks by Q. The eighth performance, for which Judge Q could not attend, was awarded 37 marks by Judge P. If Judge Q has also been present, how many marks would be expected to have been awarded by him to the eighth performance? ആദ്യത്തെ 7 പെർഫോമൻസിന് പി എന്ന് പറഞ്ഞ ജഡ്ജി നൽകിയ മാർക്കുകൾ, ക്യൂ എന്ന് പറഞ്ഞ ജഡ്ജി നൽകിയ മാർക്കുകൾ തന്നിട്ടുണ്ട്. ഇനി എട്ടാമത്തെ പെർഫോമൻസിന് ജഡ്ജി ക്യൂ കുഡ് നോട്ട് അറ്റൻഡ്, അപ്പോൾ പി 37 മാർക്സ് കൊടുക്കുകയും ചെയ്തു. ഇനി ജഡ്ജി ക്യൂ പ്രസൻ്റ് ആയിരുന്നെങ്കിൽ എത്ര മാർക്ക് കൊടുക്കുമായിരുന്നു? അതായത് പി 37 മാർക്ക് കൊടുക്കുന്ന ഒരു പെർഫോമൻസിന് ക്യൂ എത്ര മാർക്ക് കൊടുക്കുമായിരുന്നു? അല്ലെങ്കിൽ എക്സിൻ്റെ വില 37 ആയാൽ വൈയുടെ വില എന്ത് എന്നാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് പി നൽകിയ മാർക്കിനെ എക്സ് എന്നും ക്യൂ നൽകിയ മാർക്കിനെ വൈ എന്നും സങ്കല്പിക്കാം. ലെറ്റ് എക്സ് സ്റ്റാൻഡ്സ് ഫോർ മാർക്സ് ബൈ പി ആൻഡ് വൈ സ്റ്റാൻഡ്സ് ഫോർ മാർക്സ് ബൈ ക്യൂ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 46, 42, 44, 40, 43, 41, 45. വൈ 40, 38, 36, 35, 39, 37, 41. എക്സ് അറിയാം, വൈ അറിയാം. അപ്പോൾ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് കണ്ടെത്തുക. അത് എക്സ് 37 ആകുമ്പോൾ വൈ എത്ര അന്ന് കിട്ടും. അപ്പോൾ നമുക്ക് വൈ ഓൺ എക്സ് ആണ് കാണേണ്ടത്. ഇവിടെ വാല്യൂസ് എല്ലാം 46, 42, 44 വലിയ വാല്യൂസാണ്. വേണമെങ്കിൽ നമുക്ക് ഡി എക്സും ഡി വൈയും എടുത്ത് ചെയ്യാം. പി എന്നുള്ള ഈ ഒരു കോളത്തിൽ ഏറ്റവും ചെറിയ മാർക്ക് 40 ആണ്. അപ്പോൾ ഡി എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 40 എന്ന് എടുക്കാം. അതുപോലെ ഡി വൈ എന്ന് പറയുന്നത് വൈ മൈനസ് 35 എന്ന് എടുക്കാം. അപ്പോൾ ഈ രണ്ട് വാല്യൂസും ചെറുതായി കിട്ടും. എന്നിട്ട് പിന്നെ സിഗ്മ ഡി എക്സ്, സിഗ്മ ഡി വൈ, ഡി എക്സ് ഡി വൈ. ഇവിടെ നമുക്ക് വൈ ഓൺ എക്സ് ആണ് വേണ്ടത്. അപ്പോൾ എക്സ് സ്ക്വയർ മതി, ഡി വൈ സ്ക്വയർ വേണ്ട, ഡി എക്സ് സ്ക്വയർ മാത്രം കണ്ടെത്തിയാൽ മതി. നോക്കാം. ലെറ്റ് എക്സ് സ്റ്റാൻഡ്സ് ഫോർ മാർക്സ് ബൈ പി ആൻഡ് വൈ സ്റ്റാൻഡ്സ് ഫോർ മാർക്സ് ബൈ ക്യൂ. പി നൽകിയ മാർക്കിനെ എക്സ് എന്നും ക്യൂ നൽകിയ മാർക്കിനെ വൈ എന്നും വിചാരിക്കാം. ഹിയർ ഓൺലി വൺ റിഗ്രഷൻ ഇക്വേഷൻ ഈസ് റിക്വയർഡ്, ദാറ്റ് ഈസ് വൈ ഓൺ എക്സ്. കാരണം ഒരു ക്വസ്റ്റനേ ഉള്ളൂ. അതായത് പി എന്ന് പറയുന്ന ജഡ്ജ് 37 മാർക്ക് നൽകുന്നു. ക്യൂ പ്രസൻ്റ് ആയിരുന്നെങ്കിൽ അപ്പോൾ ക്യൂ എത്ര മാർക്ക് നൽകുമായിരുന്നു എന്നാണ് കാണുന്നത്. അതായത് എക്സ് 37 ആയാൽ വൈ എത്ര, അതുകൊണ്ടാണ് വൈ ഓൺ എക്സ് മാത്രം കണ്ടാൽ മതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ടേബിൾ ഉണ്ടാക്കി. എക്സ് 46, 42, 44, 40, 43, 41, 45, ടോട്ടൽ 301. വൈ 40, 38, 36, 35, 39, 37, 41, ടോട്ടൽ 266. ഡി എക്സ് എക്സ് മൈനസ് 40, 46 മൈനസ് 40, 6, 42 minus 40, 2, 44 minus 40, 4, 40 minus 40, 0, 43 minus 40, 3, 41 minus 40, 1, 45 minus 40, 5. Total 21. dy, y minus 35. 40 minus 35, 5, 38 minus 35, 3, 36 minus 35, 1, 35 minus 35, 0, 39 minus 35, 4, 37 minus 35, 2, 41 minus 35, 6. Total 21. dx square, 6 square 36, 4, 16, 0, 9, 1, 25, total 91. dx dy 36, 4, 0, 12, 2, 30, total 84. അപ്പോൾ ഇനി നമുക്ക് എക്സ് ബാർ കാണണം, വൈ ബാർ കണ്ടെത്താം. എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ 301/743. വൈ ബാർ സിഗ്മ വൈ ബൈ എൻ 266 by 738. ബി വൈ എക്സ് വൈ ഓൺ എക്സ് ആണ്. അപ്പോൾ ബി വൈ എക്സ് കാണണം. എൻ ഇൻറ്റു സിഗ്മ ഡി എക്സ് ഡി വൈ മൈനസ് സിഗ്മ ഡി എക്സ് ഇൻറ്റു സിഗ്മ ഡി വൈ ബൈ എൻ ഇൻറ്റു സിഗ്മ ഡി എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ ഡി എക്സ് ഹോൾ സ്ക്വയർ 7 into 84 minus 21 into 21 by 7 into 91 minus 21 into 21. ഇവിടെ 21 സിഗ്മ ഡി എക്സും സിഗ്മ ഡി വൈയും സെയിം ആയതുകൊണ്ടാണ് ഇങ്ങനെ. 588 minus 441 by 637 minus 441.75. ബി വൈ എക്സ് 0.75. വൈ എക്സ് ബാർ 43, വൈ ബാർ 38, ബി വൈ എക്സ് 0.75. ഇനി നമുക്ക് വൈ മൈനസ് വൈ ബാർ ഈക്വൽ ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. The regression equation of y on x is y minus y bar equal to byx into x minus x bar. Y minus 38 equal to 0.75 into x minus 43. Y minus 38 equal to 0.75x minus 0.75 into 43, 32.25. Y minus 38 equal to 0.75x minus 32.25. Y equal to 0.75x
minus 32.25 plus 38, that is y equal to 0.75x plus y 5.75. ഇതാണ് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y on x. y equal to 0.75x plus 5.75. ഇനി when x equal to 37, the estimate of y is given by y equal to 0.75 into 37 plus 5.75. Simplify ചെയ്താൽ 27.75 plus 5.75 equal to 33.5. അതായത് Q എന്ന് പറയുന്ന ജഡ്ജ് പ്രസൻ്റ് ആയിരുന്നു എങ്കിൽ അദ്ദേഹം നൽകുന്ന സ്കോറാണ് 33.5. Hence, if the judge Q were present at the 8th performance, he would have assigned the score 33.5. From the following data, obtain the two regression equations. Sales, purchases. നമുക്ക് സെയിൽസ് തന്നിട്ടുണ്ട്, പർച്ചേസ് തന്നിട്ടുണ്ട്, രണ്ട് റിഗ്രഷൻ ഇക്വേഷൻസും ഉണ്ടാക്കണം. ഇപ്പോൾ 91, 97, 108, 121, 67, 124, 51, 173, 111, 57. അതുപോലെ പർച്ചേസസ് വാല്യൂസ് ചിലത് 3 ഡിജിറ്റ് നമ്പറൊക്കെ ഇവിടെ ഉണ്ട്. നമുക്കതിൻ്റെ ടോട്ടൽ കണ്ടു നോക്കാം. സെയിൽസിൻ്റെ ടോട്ടൽ കാണുമ്പോൾ 900 കിട്ടുന്നുണ്ട്, പർച്ചേസസിൻ്റെ ടോട്ടൽ കാണുമ്പോൾ 700 ആണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ ആകെ 10 വാല്യൂസ് ഉണ്ട്, രണ്ടിലും 10 വാല്യൂസ് ഉണ്ട്. അപ്പോൾ 900 ആണ് സെയിൽസിൻ്റെ ടോട്ടൽ. അപ്പോൾ അതിനെ 10 കൊണ്ട് വരച്ചാൽ 90 വരും. ഇപ്പോൾ സെയിൽസ് എക്സ് എന്നും പർച്ചേസസ് വൈ എന്നും എടുക്കുകയാണെങ്കിൽ എക്സിൻ്റെ ടോട്ടൽ 900, അപ്പോൾ എക്സ് ബാർ 90, വൈയുടെ ടോട്ടൽ 700, അപ്പോൾ വൈ ബാർ 70. അപ്പോൾ നമുക്ക് ഡി എക്സും ഡി വൈയും എടുത്തിട്ട് ചെയ്യാം. ഇവിടെ വാല്യൂസ് എല്ലാം വളരെ വലുതാണ്. ഇതിൻ്റെയൊക്കെ സ്ക്വയർ കാണാൻ, അല്ലെങ്കിൽ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ എക്സ് വൈ കാണാനും എക്സ് സ്ക്വയർ കാണാനും വൈ സ്ക്വയർ കാണാനൊക്കെ കുറച്ച് വലിയ വലിയ നമ്പേഴ്സാണ്. അതുകൊണ്ട് നമുക്ക് ഡി എക്സും ഡി വൈ എടുത്ത് ചെയ്യാം. എക്സ് ബാറും വൈ ബാറും ഹോൾ നമ്പർ ആയതുകൊണ്ട് ഡി എക്സിനെ എക്സ് മൈനസ് എക്സ് ബാർ എന്നും ഡി വൈ വൈ മൈനസ് വൈ ബാർ എന്നും എടുക്കാം. അങ്ങനെ എടുത്താൽ സിഗ്മ ഡി എക്സ് 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ബി വൈ എക്സും ബി എക്സ് വൈയും കുറച്ചുകൂടെ ഈസി ആയിട്ട് കാണാം. എന്താണ് ബി വൈ എക്സ് വരിക? സിഗ്മ ഡി എക്സ് ഡി വൈ ബൈ സിഗ്മ ഡി എക്സ് സ്ക്വയർ. അതുപോലെ ബി എക്സ് വൈ ആണെങ്കിൽ സിഗ്മ ഡി എക്സ് ഡി വൈ ബൈ സിഗ്മ ഡി വൈ സ്ക്വയർ എന്ന് എഴുതാം. ലെറ്റ് us denote the sales by the variable x and the purchase by the variable y. Let us take deviations from actual mean. Actual mean നിന്ന് deviations നമുക്ക് കാണാം, എടുക്കാം. എക്സ് താഴെ എഴുതി ടോട്ടൽ 900, വൈ ടോട്ടൽ 700. അപ്പോൾ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് ബൈ 900 ബൈ 10 90 ആണ്, ഇത് 70 ആണ്. അപ്പോൾ ഡി എക്സ് നമുക്ക് എക്സ് മൈനസ് 90 എന്ന് എഴുതാം. ഡി എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 90. അപ്പോൾ 91 മൈനസ് 90 1, 97 minus 90 7, 108 minus 90 18, 121 minus 90 37, 67 minus 90 minus 23, 124 minus 90 34, 51 minus 90 minus 39, 73 minus 90 minus 17, 111 minus 90 21, 57 minus 90 minus 33. ഇത് ടോട്ടൽ ചെയ്താൽ 0 ആയിരിക്കും. 1 7 18 31 34 21. അതുപോലെ മൈനസ് 33 മൈനസ് 37 മൈനസ് 39 മൈനസ് 23. നെഗറ്റീവും പോസിറ്റീവും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 0 ആണ്. ഡി എക്സിൻ്റെ ടോട്ടൽ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ 112 വരും. 112ഉം മൈനസ് 112, അപ്പോൾ മൊത്തം 0 കിട്ടും. ഇനി അതുപോലെ ഡി വൈ നോക്കാം. ഡി വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ മൈനസ് വൈ ബാർ. ഡീവിയേഷൻസ് ആക്ച്വൽ മീനിൽ നിന്നാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഡി വൈ വൈ മൈനസ് വൈ ബാർ, വൈ മൈനസ് 70. 71 മൈനസ് 71, 75 മൈനസ് 75, 69 മൈനസ് 70 മൈനസ് 1, 97 മൈനസ് 70 27, 70 മൈനസ് 70 0, 91 മൈനസ് 70 21, 39 മൈനസ് 70 minus 31, 61 minus 70 minus 9, 80 minus 70 10, 47 minus 90 47 minus 70, 47 minus 70 minus 23. ടോട്ടൽ ചെയ്യാം. പ്ലസ് വാല്യൂസ് എല്ലാം കൂടെ ആഡ് ചെയ്താൽ 64, മൈനസ് വാല്യൂസ് എല്ലാം കൂടെ ആഡ് ചെയ്താൽ മൈനസ് 64. മൈനസ് 64ഉം പ്ലസ് 64ഉം 0. ഡീവിയേഷൻസ് ഫ്രം ആക്ച്വൽ മീൻ എടുത്താൽ സിഗ്മ ഡി എക്സും സിഗ്മ ഡി വൈയും 0 ആയിരിക്കും. ഇനി നമുക്ക് ഡി എക്സ് ഡി വൈ നോക്കാം. 1
7 into 5, 35. 18 into minus 1, minus 18. 31 into 27, 837. Minus 23 into 0, 0. 34 into 21, 7, 1, 4. Minus 39 into minus 31, 1209. Minus 17 into minus 9, 153. 21 into 10, 210. Minus 33 into minus 23, 759. ഇവിടെ എല്ലാ വാല്യൂസും കൂടെ ആഡ് ചെയ്ത് ഈ മൈനസ് 18 മാത്രം ആഡ് ചെയ്യേണ്ട, പോസിറ്റീവ് വാല്യൂസ് എല്ലാം കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് 18 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 3900. അടുത്ത ഡി എക്സ് സ്ക്വയർ. ഡി എക്സ് എന്നുള്ള കുളത്തിൻ്റെ സ്ക്വയർ എഴുതും. സ്ക്വയർ ചെയ്യുമ്പോൾ എല്ലാം പോസിറ്റീവ് ആകും, അത് കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യാം. അതുപോലെ ഡി വൈ സ്ക്വയർ, ഡി വൈയുടെ സ്ക്വയർ കാണുക, എല്ലാം പോസിറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആണെങ്കിലും സ്ക്വയർ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആവും, അതെല്ലാം കൂടെ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് സിഗ്മ എക്സ് അറിയാം, സിഗ്മ വൈ, സിഗ്മ ഡി എക്സും സിഗ്മ ഡി വൈയും 0 ആണ്. സിഗ്മ ഡി എക്സ് ഡി വൈ 3900, സിഗ്മ ഡി വൈ എക്സ് സ്ക്വയർ 6360, സിഗ്മ ഡി വൈ സ്ക്വയർ 2868. എക്സ് ബാർ ഈക്വൽ ടു sigma x by n 900 by 10 90, y bar sigma y by n 700 by 10 70. dx x minus 90 എന്നും dy y minus 70 എന്നാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഹിയർ സിഗ്മ dy x ഈക്വൽ ടു സിഗ്മ ഡി എക്സ് ഡി വൈ ബൈ സിഗ്മ ഡി എക്സ് സ്ക്വയർ. അതായത് dy x എന്ന് പറഞ്ഞാൽ n ഇൻറ്റു സിഗ്മ ഡി എക്സ് ഡി വൈ മൈനസ് സിഗ്മ ഡി എക്സ് ഇൻറ്റു സിഗ്മ ഡി വൈ ഹോൾ ഡിവൈഡ് ബൈ n ഇൻറ്റു സിഗ്മ ഡി എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ ഡി എക്സ് ഹോൾ സ്ക്വയർ എന്നാണ്. പക്ഷേ സിഗ്മ ഡി എക്സ് 0 ആണ്, സിഗ്മ ഡി വൈയും 0 ആയാൽ പിന്നെ ബാക്കി വരുന്നത് ഇങ്ങനെയാണ്, എൻ ഇൻറ്റു സിഗ്മ ഡി എക്സ് ഡി വൈ ബൈ എൻ ഇൻറ്റു സിഗ്മ ഡി എക്സ് സ്ക്വയറിനാവും. അപ്പോൾ എൻ ക്യാൻസൽ ചെയ്താൽ ഇങ്ങനെ വരും, സിഗ്മ ഡി എക്സ് ഡി വൈ ബൈ സിഗ്മ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു 3900 ബൈ 6360 0.613. ബി എക്സ് വൈ സിഗ്മ ഡി എക്സ് ഡി വൈ ബൈ സിഗ്മ ഡി വൈ സ്ക്വയർ വരും 3900 ബൈ 2868 1.36. The equation of y on x is y minus y bar equal to byx into x minus x bar. Y minus 70 equal to 0.613 into x minus 90. Y minus 70 equal to 0.613 into x minus 0.613 into 90, 55.17. അടുത്ത സ്റ്റെപ്പ് y equal to 0.613x minus 55.17 plus 70, that is y equal to 0.613x plus 14.83. The regression equation of y on x. Regression equation of x on y is x minus x bar equal to vxy into y minus y bar. X minus 90 equal to 1.36 into y minus 70. X minus 90 equal to 1.36 into y minus 1.36 into 70, 95.2. That is x equal to 1.36y minus 95.2 plus 90. That is x equal to 1.36y minus 5.2. അപ്പോൾ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ ആയി. രണ്ടും കണ്ടെത്തി. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സും കാണണം, എക്സ് ഓൺ വൈ. അപ്പോൾ രണ്ട് ഇക്വേഷനും കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ. യു ആർ ഗിവൺ ദി ഫോളോയിങ് ഡാറ്റ എക്സ് വൈ, അരിത്തമെറ്റിക് മീൻ എക്സ് ബാർ 36, വൈ ബാർ 85, സ്റ്റാൻഡേർഡ് ഡ്യൂറേഷൻ ഓഫ് എക്സ് 11, സ്റ്റാൻഡേർഡ് ഡ്യൂറേഷൻ ഓഫ് വൈ 8. കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഈസ് 0.66. അപ്പോൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് ആർ 0.66. സ്റ്റാൻഡേർഡ് ഡ്യൂറേഷൻ ഓഫ് എക്സ് അറിയാം, സ്റ്റാൻഡേർഡ് ഡ്യൂറേഷൻ ഓഫ് വൈ അറിയാം, എക്സ് ബാർ വൈ ബാർ. രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഫൈൻഡ് ദ ടു റിഗ്രഷൻ ഇക്വേഷൻസ്. റിഗ്രഷൻ ഇക്വേഷൻ കാണണമെങ്കിൽ എക്സ് ബാറും വൈ ബാറും ഉണ്ടെങ്കിൽ ബി എക്സ് വൈയും ബി വൈ എക്സും കിട്ടിയാൽ മതി. ബി എക്സ് വൈ എന്ന് പറഞ്ഞാൽ ആർ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡ്യൂറേഷൻ ഓഫ് എക്സ് ബൈ സ്റ്റാൻഡേർഡ് ഡ്യൂറേഷൻ ഓഫ് വൈ, അപ്പോൾ അത് ഇതിൽ നിന്ന് കണ്ടെത്താം. പിന്നെ ബി വൈ എക്സ് എന്ന് പറഞ്ഞാൽ ആർ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡ്യൂറേഷൻ ഓഫ് വൈ ബൈ സ്റ്റാൻഡേർഡ് ഡ്യൂറേഷൻ ഓഫ് എക്സ്, അതും കണ്ടെത്താം. പിന്നെ കാണേണ്ടത് എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് എക്സ് വെൻ വൈ ഈക്വൽ ടു 75. ഇപ്പോൾ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈയിൽ വൈക്ക് 75 കൊടുത്താൽ എക്സിൻ്റെ വാല്യൂ കിട്ടും. ഗിവൺ എക്സ് ബാർ ഈക്വൽ ടു 36, y bar equal to 85, standard deviation of x equal to 11, standard deviation of y equal to 8, r equal to 0.66. bxy equal to r into standard deviation of x by standard deviation of y, 0.66 into 11 by 8, 0.9075. byx equal to r into standard deviation of y by standard deviation of x equal to 0.66 into 8 by 11, 0.48. The regression equation of y on x is y minus y bar equal to byx into x minus x bar. Y minus 85 equal to 0.48 into x minus 36. X bar 36 ആണ്, byx 0.48 ആണ്, y bar 85. വാല്യൂസ് കൊടുത്തു. y minus 85 equal to 0.48x minus 0.48 into 36, 17.28. അടുത്ത സ്റ്റെപ്പ് y minus 85 equal to 0.48x
minus 17.28, y equal to 0.48x minus 17.28 plus 85. That is y equal to 0.48x plus 67.72. അതായത് മൈനസ് 17.28ഉം പ്ലസ് 85ഉം വരും. ഈ മൈനസ് 85 കൊണ്ട് വന്നാൽ പ്ലസ് 85. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 67.72. ഇതാണ് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y on x. ഇനി റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് x on y ഈസ് x minus x bar equal to bxy into y minus y bar, x minus 36 equal to 0.9075 into y minus 85. X equal to 0.9075y, ഇവിടെ 0.9075 into y, പിന്നെ 0.9075 into 85, 77.1375 വരും. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് x equal to 0.9075y minus 77.1375, ഈ മൈനസ് 36 ഇങ്ങോട്ട് വന്നാൽ പ്ലസ് 36. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മൈനസ് 41.1375. അപ്പോൾ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ ഈസ് എക്സ് ഈക്വൽ ടു 0.9075y മൈനസ് 41.1375. രണ്ട് റിഗ്രഷൻ ഇക്വേഷൻ കിട്ടി. ഇനി ഇതിലൊരു ക്വസ്റ്റൻ കൂടെ ഉണ്ട്. y 75 ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ്? അപ്പോൾ ഇതിൽ വൈക്ക് 75 എന്ന് കൊടുത്താൽ മതി. വെൻ y ഈക്വൽ ടു 75, എക്സ് ഈക്വൽ ടു 0.9075 ഇൻറ്റു 75 minus 41.1375. Simplify about 26.925. From the following results, estimate the yield of crops when the rainfall is 22 centimeters and the rainfall when the yield is 600 kilograms. Yield in kilograms y, rainfall in centimeters x. Arithmetic mean 508.4, 26.7. Standard deviation 36.8, 4.6. Correlation coefficient between yield and rainfall is 0.52. അപ്പോൾ ഇവിടെ ഫ്രം ദ ഫോളോവിങ് റിസൾട്ട് എസ്റ്റിമേറ്റ് ദ yield ഓഫ് ക്രോപ്സ് വെൻ ദ റെയിൻഫോൾ ഈസ് 22. റെയിൻഫോൾ എക്സ് ആണ്. എക്സ് 22 ആകുമ്പോൾ വൈ എത്ര? ആൻഡ് ദ റെയിൻഫോൾ വെൻ ദ yield ഈസ് 600 kilograms. വൈ 600 ആകുമ്പോൾ വൈ ആണിത്. വൈ 600 ആകുമ്പോൾ എക്സ് എത്ര? അപ്പോൾ നമുക്ക് രണ്ട് റിഗ്രഷൻ ഇക്വേഷൻസും കണ്ടുപിടിക്കണം. നേരത്തെ പോലെ തന്നെ എക്സ് ബാർ വൈ ബാർ ഉണ്ട്. സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ബി എക്സ് വൈയും ബി വൈ എക്സും കാണാം. രണ്ട് റിഗ്രഷൻ ഇക്വേഷൻസും കണ്ടുപിടിക്കാം. അതിനുശേഷം റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈയിൽ വൈയുടെ വാല്യൂ കണ്ടാൽ മതി. വൈയുടെ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈയിൽ വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സിൻ്റെ വാല്യൂ കിട്ടും. അതുപോലെ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സിൽ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വൈയുടെ വാല്യൂവും കണ്ടുപിടിക്കാം. ഗിവൺ എക്സ് ബാർ ഈക്വൽ ടു 26.7, എക്സ് ബാർ 26.7, വൈ ബാർ 508.4, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് 4.6, standard deviation of y 36.8, r 0.52. bxy equal to r into standard deviation of x by standard deviation of y, r 0.52 into 4.6 by 36.8, simplify by 0.065. byx, r into standard deviation of y by standard deviation of x, 0.52 into 36.8 by 4.6, 4.16. bxy and byx ഉം കിട്ടി. The regression equation of y on x is y minus y bar equal to byx into x minus y x bar. y minus 508.4 equal to 4.16 into x minus 26.7. y minus 508.4 equal to 4.16x. 4.16 ഉം 26.7 മൾട്ടിപ്ലൈ ചെയ്താൽ 111.072. അടുത്ത സ്റ്റെപ്പ് മൈനസ് 508.4 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് പ്ലസ് 508.4 ആയിരിക്കും. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ y ഈക്വൽ ടു 4.16x പ്ലസ് 397.328. ഇതാണ് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y on x. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y on x കിട്ടി. ഇനി എക്സ് 22 ആകുമ്പോൾ y എത്ര? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വെൻ എക്സ് ഈക്വൽ ടു 22, y ഈക്വൽ ടു 4.16 ഇൻറ്റു 22 plus 397.328, simplify ചെയ്താൽ 488.848. That is
the most likely yield for crop Y when the rainfall x equal to 22 centimeters is given by yield for crop Y equal to 488.848 kilograms. Yield of crop നമുക്ക് തന്നത് കിലോഗ്രാമിലാണ്, അതുകൊണ്ട് അത് കിലോഗ്രാമിൽ ആൻസർ എഴുതുന്നു. yield of crop എന്ന് പറയുന്നത് 488.848 kilograms. Regression equation of x on y is x minus x bar equal to bxy into y minus y bar. X minus 26.7 equal to 0.065 into y minus 508.4. X minus 26.7 equal to 0.065y minus 0.065 into 508.4, 33.046. X equal to 0.065y minus 33.046 plus 26.7, that is x equal to 0.065y minus 6.346. When y equal to 600, x equal to 0.065 into 600 minus 6.346 equal to 39 minus 6.346, that is 32.654. That is the most likely estimate of rainfall x corresponding to the yield y equal to 600 kilograms is given by rainfall x equal to 32.654 centimeters. That's the answer. How to get x bar and y bar from the two regression equations? Solve the two regression equations. The values of x and y obtained are means of x and y. രണ്ട് റിഗ്രഷൻ ഇക്വേഷൻസ് കിട്ടിയാൽ എക്സ് ബാറും വൈ ബാറും എങ്ങനെ കണ്ടുപിടിക്കും? രണ്ട് റിഗ്രഷൻ ഇക്വേഷൻസ് കിട്ടിയാൽ അത് രണ്ടും കൂടെ സോൾവ് ചെയ്ത് എക്സിനും വൈക്കും കിട്ടുന്ന വാല്യൂസാണ് അവയുടെ അരിത്തമെറ്റിക് മീൻ. എക്സിന് കിട്ടുന്ന വാല്യൂ എക്സ് ബാർ, വൈക്ക് കിട്ടുന്ന വാല്യൂ വൈ ബാർ. Find the mean of variables x and y given the following. Regression equation of y on x is 2y minus x minus 50 equal to 0. Regression equation of x on y is 3y minus 2x minus 10 equal to 0. x ബാറും y ബാറും ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് സോൾവ് ചെയ്ത് എക്സിനും വൈക്കും എന്താണോ കിട്ടുന്നത് അതാണ് അതിൻ്റെ അരിത്തമെറ്റിക് മീൻ വാല്യൂസ്. The means of x and y are obtained by solving the two regression equations. 2y minus x minus 50 equal to 0, that is 2y minus x equal to 50. നമ്മളതിനെ 2 കൊണ്ട് കുറിച്ച് 4y minus 2x equal to 100, equation number 1. രണ്ടാമത്തെ ഇക്വേഷൻ 3xy minus 2x minus 10 equal to 0, 3y minus 2x equal to 10. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ 2y minus x equal to 50 നമുക്ക് ഇവിടെ കിട്ടിയത്. ഇവിടെ കിട്ടുക 3y minus 2x equal to 10 ആണ്. ഇവിടെ മൈനസ് എക്സും ഇവിടെ മൈനസ് 2xുമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ എക്സിൻ്റെ കോഎഫിഷ്യൻസ് ഈക്വൽ ആക്കാമെന്ന് കരുതിയിട്ടാണ് ഇതിനെ 2 കൊണ്ട് ഗുണിച്ചത്. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ 2y minus x minus 50 equal to 0 ആണ്, അല്ലെങ്കിൽ 2y minus x equal to 50 ആണ്. രണ്ടാമത്തെ ഇക്വേഷനിൽ ഒരു മൈനസ് 2x ഉള്ളത് കൊണ്ട് ഇവിടെ മൈനസ് 2x ആക്കുന്നതിന് 2 കൊണ്ട് ഇതിനെ ഗുണിച്ചു. അപ്പോൾ 2 into 2y 4y, 2 into x 2x, 2 into 50 100. അങ്ങനെയാണ് ഫസ്റ്റ് ഇക്വേഷൻ ഇങ്ങനെ ഉണ്ടാക്കിയത്. സെക്കൻഡ് ഇക്വേഷൻ 3y minus 2x minus 10 equal to 0, അല്ലെങ്കിൽ 3y minus 2x equal to 10 ആണ്. അപ്പോൾ ഇതിനെ മൊത്തം -1 കൊണ്ട് ഗുണിച്ചു. കാരണം -1 കൊണ്ട് ഗുണിച്ചാൽ ഇത് +2x ആവും. +2x ആയാൽ സബ്ട്രാക്ട് ചെയ്യുന്നതിന് പകരം ആഡ് ചെയ്താൽ മതി. ഇവിടെ മൈനസാണ്, ഇവിടെ പ്ലസ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്തത്. 3y -1 ഗുണിച്ച് -3y ആക്കി, -2xനെ -1 കൊണ്ട് ഗുണിച്ച് 2x ആക്കി, 10നെ -1 കൊണ്ട് ഗുണിച്ച് -10 ആക്കി. അങ്ങനെ വന്നാൽ ഇത് ആഡ് ചെയ്യാം. അപ്പോൾ 4y -3y ആഡ് ചെയ്താൽ y വരും. y equal to 90 എന്ന് കിട്ടും. ആഡിങ് 1 and 2 we get y equal to 90. അപ്പോൾ y equal to 90 എന്നുള്ളതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സിൻ്റെ വാല്യൂ കിട്ടും. ആദ്യത്തെ ഇക്വേഷൻ 2y minus x equal to 50, അതിൽ yക്ക് 90 എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ എന്താവും? 2 into 90 വരും. 2 into 90 180 minus x equal to 50. 180 equal to 50 plus x. 180 minus 50 equal to x. x equal to 130. അപ്പോൾ x equal to 130, y equal to 90. അതായത് x bar equal to 130, y bar equal to 90. Hence means are x bar equal to 130 and y bar equal to 90. How to get bxy and byx from the regression equations?
byx is obtained from the equation of y on x and bxy from x on y. y on x എന്നുള്ള ഇക്വേഷന് byx കിട്ടും, x on y എന്നുള്ളതിന് bxy കിട്ടും. കാരണം റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y on x y മൈനസ് y ബാർ ഈക്വൽ ടു byx ഇൻറ്റു x മൈനസ് x ബാറിനാണ്. അപ്പോൾ y on x ൽ നിന്നാണ് byx കിട്ടുന്നത്. x on y എന്ന റിഗ്രഷൻ ഇക്വേഷനിൽ നിന്ന് bxyയും കിട്ടും. When the regression equation of y on x is expressed in the form y equal to ax plus b, then a equal to byx, the coefficient of x. Similarly, when the regression equation of x on y is expressed in the form x equal to cy plus b, then c equal to bxy, the coefficient of y. അപ്പോൾ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y ഓൺ എക്സിനെ y ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ് പ്ലസ് അനദർ കോൺസ്റ്റൻറ്റ് നമുക്ക് എഴുതാൻ കഴിയും. അങ്ങനെ എഴുതാൻ കഴിഞ്ഞാൽ എക്സിൻ്റെ കോയഫിഷ്യൻ്റ് ആണ് byx. അതുപോലെ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ നമുക്ക് എക്സ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു വൈ എന്ന് എഴുതാം, പ്ലസ് അനദർ കോൺസ്റ്റൻറ്റ്. അങ്ങനെ എഴുതുമ്പോൾ വൈയുടെ കോയഫിഷ്യൻ്റ് ആയിട്ട് വരുന്നതാണ് bxy. y ഓൺ എക്സിൽ എക്സിൻ്റെ കോയഫിഷ്യൻ്റ് ആണ് byx, എക്സ് ഓൺ വൈയിൽ വൈയുടെ കോയഫിഷ്യൻ്റ് ആണ് bxy. Find byx if 2x plus 4y minus 5 equal to 0 is the regression equation of y on x. ഇത് y on x ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. y on x ആണെങ്കിൽ എന്ത് എഴുതണം? y ഈക്വൽ ടു എന്ന് എഴുതണം. y on x ആണെങ്കിൽ y ഈക്വൽ ടു എന്ന് ഇക്വേഷൻ മാറ്റി എഴുതണം. അപ്പോൾ 4y ഈക്വൽ ടു ആദ്യം നമുക്ക് അങ്ങനെ എഴുതേണ്ടി വരും. 4y ഈക്വൽ ടു മൈനസ് 2x പ്ലസ് 5. ഇനി അടുത്ത് എന്ത് ചെയ്യണം? y ഈക്വൽ ടു എന്ന് എഴുതാൻ കഴിയണം. 4y നല്ല എഴുതേണ്ടത് y ഈക്വൽ ടു. അടുത്ത സ്റ്റെപ്പ് അതാണ്, y ഈക്വൽ ടു മൈനസ് 2x ബൈ 4 പ്ലസ് 5 ബൈ 4. ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്താൽ y ഈക്വൽ ടു മൈനസ് 0.5x പ്ലസ് 1.25. അപ്പോൾ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y ഓൺ എക്സിനെ y ഈക്വൽ ടു എന്ന് എഴുതി കഴിഞ്ഞാൽ എക്സിൻ്റെ കോയഫിഷ്യൻ്റ് ആണ് byx. Therefore, byx equal to the coefficient of x equal to minus 0.5. Find bxy if 3x plus 2y plus 4 equal to 0 is the regression equation of x on y. The regression equation of x on y ആണ്, അങ്ങനെയാണെങ്കിൽ bxy കാണാം. അപ്പോൾ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഇതിനെ എക്സ് ഈക്വൽ ടു എന്ന് മാറ്റി എഴുതണം. അപ്പോൾ ആദ്യം 3x ഈക്വൽ ടു എന്ന് എഴുതാം. 3x ഈക്വൽ ടു മൈനസ് 2y മൈനസ് 4. ഇനി എക്സ് ഈക്വൽ ടു എഴുതണം. അപ്പോൾ മൈനസ് 2y ബൈ 3 മൈനസ് 4 ബൈ 3. എക്സ് ഈക്വൽ ടു മൈനസ് 2y ബൈ 3 മൈനസ് 4 ബൈ 3. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈയെ നമുക്ക് എക്സ് ഈക്വൽ ടു എന്ന് എഴുതാൻ കഴിഞ്ഞു. അങ്ങനെ എക്സ് ഈക്വൽ ടു എന്ന് എഴുതാൻ കഴിഞ്ഞാൽ വൈയുടെ കോയഫിഷ്യൻ്റ്, അതായത് ഇവിടെ മൈനസ് 2 ബൈ 3 ആണ് bxy. bxy ഈക്വൽ ടു ദി കോയഫിഷ്യൻ്റ് ഓഫ് y ഈക്വൽ ടു മൈനസ് 2 ബൈ 3. ഇറ്റ് ഈസ് മൈനസ് 0.67.